പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദേവേന്ദുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരു സ്പെഷ്യൽ വീഡിയോ ആണിന്ന്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപകരെ കർമ്മോത്സുകരാക്കാനും തങ്ങളുടെ കർത്തവ്യങ്ങളും കടമകളും കൂടുതൽ ആവേശത്തോടെ ഏറ്റെടുക്കാനും പ്രചോദനമേകുന്ന ദിനം. അർപ്പണ മനോഭാവവും ത്യാഗവും സ്നേഹവും പരിഗണനയും അറിവിൻ്റെ വക്താക്കളും സർവോപരി നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നവരുമായ എൻ്റെ എല്ലാ അധ്യാപകർക്കും സ്നേഹത്തോടെ ആദരവോടെ അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. അവതരണം: കൃഷ്ണേന്ദു DS, ദേവജ് DS, GUPS ഉണ്ണിക്കുളം. ഞാൻ ഒരാശംസാ കാർഡ് തയ്യാറാക്കുകയാ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം. അല്ല, നാളത്തെ പ്രത്യേകതയെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ഇല്ല. നാളെ അധ്യാപക ദിനമാണ്. ഞാൻ രേഖ ടീച്ചർക്കായി ഒരാശംസാ കാർഡ് തയ്യാറാക്കുകയാ. അധ്യാപക ദിനമോ? അതെന്താ? നമ്മുടെ രാജ്യത്തെ അധ്യാപകർ ചെയ്യുന്ന പ്രവർത്തികളെ ആദരിക്കാൻ വേണ്ടി ആണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. ഇത് ആരുടെയെങ്കിലും ഓർമ്മയ്ക്കാണോ? അതെ. മോൻ ഇവിടെ ഇരിക്കും. ചേച്ചി വിശദമായി പറഞ്ഞു തരാം. നമ്മുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. ചേച്ചി, എന്ന് മുതലാണ് അധ്യാപക ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? 1962 മുതലാണ് ആഘോഷിക്കാൻ തുടങ്ങിയത്. ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാഷ്ട്രപതി ആയി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ സമ്മതം തേടി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിന് ഈ ആവശ്യം അംഗീകരിക്കാനായില്ല. ജീവിച്ചിരിക്കുന്ന ആളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും പിന്മാറിയില്ല. അവസാനം തൻ്റെ ജന്മദിനമായി ആഘോഷിക്കാതെ രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി സെപ്റ്റംബർ 5 ആഘോഷിക്കുവാൻ നിർദ്ദേശിച്ചു. ചേച്ചി, എന്താണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം? അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തുക, അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് മുഖ്യ ലക്ഷ്യം ഇതിൻ്റെ. ചേച്ചി, എങ്ങനെയൊക്കെയാണ് ഇത് ആഘോഷിക്കുന്നത്? പൊതുയോഗങ്ങൾ, ചർച്ചാ സമ്മേളനങ്ങൾ, ഘോഷയാത്ര എന്ന് തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതും നീ കേട്ടിട്ടില്ലേ? അതെല്ലാം ഈ ദിനത്തിലാണ്. ചേച്ചി, ഡോക്ടർ S രാധാകൃഷ്ണനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 1888 സെപ്റ്റംബർ 5 വീരസ്വാമിയുടെയും സീതമ്മയുടെയും മകനായി തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഫിലോസഫിയിൽ BA, ബിരുദാനന്തര ബിരുദം എന്നിവ ഉയർന്ന മാർക്കോടെ പാസ്സായി. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെങ്കിലും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയോർത്ത് ആ ആഗ്രഹം അദ്ദേഹം ബലികഴിച്ചു.
16-ാമത്തെ വയസ്സിൽ ശിവകാമു എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി ചേർന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ, തത്വചിന്തകൻ, പ്രൊഫസർ എന്നീ നിലയിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. 1952 മുതൽ 62 വരെ ഉപരാഷ്ട്രപതിയായും 1962 മുതൽ 67 വരെ രാഷ്ട്രപതിയായും പ്രവർത്തിച്ചു. 5 പുത്രിമാരും 1 പുത്രനുമാണ് അദ്ദേഹത്തിന് ഉള്ളത്. എസ് ഗോപാൽ ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. ചേച്ചി, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെ? 1954 ഭാരതരത്നം പുരസ്കാരം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു. ബ്രിട്ടനിൽ നിന്നും നൈറ്റ് ബാച്ചിലർ എന്ന സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഭാരത സംസ്കാര രചനയ്ക്ക് ടൈം പ്ലേറ്റൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച മികച്ച ചില പുരസ്കാരങ്ങൾ. 1918 മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി ഉദ്യോഗ കയറ്റം ലഭിച്ചു. ഈ സമയത്ത് ആനുകാലികങ്ങളിലും പത്രമാസികകളിലും ഇദ്ദേഹം ധാരാളമായി എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ദ ഫിലോസഫി ഓഫ് രബീന്ദ്രനാഥ് ടാഗോർ എന്നതാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ ദ റീൻ ഓഫ് റിലീജിയൻ ഇൻ കണ്ടംപററി ഫിലോസഫി എഴുതിയത് 1920 1921 കൽക്കട്ട സർവകലാശാലയിൽ ഫിലോസഫി പ്രൊഫസറായി ചേർന്നു. ഹാർവാർഡ് സർവകലാശാലയിൽ വെച്ചു നടന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഫിലോസഫി സമ്മേളനത്തിൽ കൊൽക്കത്ത സർവകലാശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ചേച്ചി, സെപ്റ്റംബർ 5 തന്നെയാണോ മറ്റു രാജ്യങ്ങളും അധ്യാപക ദിനം ആഘോഷിക്കുന്നത്? അല്ല, ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. 1966 ഒക്ടോബർ 5 യുനെസ്കോയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് അധ്യാപകരുടെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയുണ്ടായി. ഇതിൻ്റെ ഓർമ്മയ്ക്കായി 1994 മുതൽ 100ഓളം ലോകരാജ്യങ്ങൾ യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഭൂട്ടാൻ മെയ് 2 അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ഉണ്ട്? മതപരമായും അധ്യാപക ദിനം ആഘോഷിക്കുന്നുണ്ട്. ബുദ്ധഭഗവാൻ ബോധോദയത്തിനു ശേഷം സഹപ്രവർത്തകരായ 5 പേർക്ക് ബോധോദയ സത്യം ധരിപ്പിച്ച് ആദ്യത്തെ സംഘം സ്ഥാപിച്ചത് ആഷാഢമാസത്തിലെ പൗർണമി നാളിൽ ആയിരുന്നു. അതിനാൽ ഈ ദിവസം ഗുരുപൂർണിമയായി ഗുരുക്കന്മാരെ ആദരിക്കുന്ന ദിവസമായി തിരഞ്ഞെടുത്തു. ഇതേ ദിവസം തന്നെയാണ് വ്യാസമഹർഷി ജനിച്ചത് എന്നാണ് ഹിന്ദുക്കൾ കരുതുന്നത്. അതിനാൽ ഹിന്ദുക്കൾ ഗുരുക്കന്മാരുടെ ഗുരുവായി കരുതുന്ന വേദവ്യാസനോടുള്ള ആദരസൂചകമായി വ്യാസപൂർണിമയായി ആഘോഷിക്കുന്നു. ചേച്ചി പറയുന്ന ഞാൻ മാത്രമല്ല, കുയിലും കാക്കയും കേൾക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി പോയി വേഗം ടീച്ചർക്ക് കാർഡുണ്ടാക്കിക്കോ. ഞാനും എൻ്റെ ഗണേശൻ മാഷിന് കാർഡുണ്ടാക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ടിക്ക് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.